2026 ഫെബ്രുവരി 28-നാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം ആരംഭിച്ചത്. ഈ സംഘർഷം ആരംഭിച്ചിട്ട് 3 മാസത്തിനോട് അടുക്കുകയാണ്. ഇതിന്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പല രാജ്യങ്ങളും ലോകരാഷ്ട്രങ്ങളും കടന്നുപോകുന്നത്. സാമ്പത്തികമായ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം എന്നത് ഇന്ധന വിലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്നത് തന്നെയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 100-ന് മുകളിലേക്ക് ഉയർന്നു എന്നതാണ്. അതിന് പ്രധാന കാരണം എന്നത് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധനക്കടത്ത് അല്ലെങ്കിൽ എണ്ണക്കടത്ത് തടസ്സപ്പെടുന്നു എന്നതാണ്. ഏതാണ്ട് ലോകത്തിന്റെ എണ്ണ ആവശ്യത്തിന്റെ 20% കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. ആ പാതയിലൂടെയുള്ള ഗതാഗതം ആണ് ഇപ്പോൾ വിലക്കിയിരിക്കുന്നത് ഇറാൻ. ഇന്ത്യയിലേക്കും വലിയ തോതിൽ എണ്ണ എത്തിക്കുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെയായിരുന്നു. എന്നാൽ ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി കപ്പലുകളെ ഈ യുദ്ധസമയത്ത് അടക്കം ഇന്ത്യൻ തീരത്തേക്ക് എത്തിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഗൾഫ് മേഖലയിലടക്കം എണ്ണ ഉൽപ്പാദനത്തിൽ കാതലായ കുറവുണ്ടായിട്ടുണ്ട് എന്നത് രാജ്യത്തെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നമുക്കറിയാം, മറ്റ് പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ എണ്ണവില വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ കാതലായ ഒരു വർധനവ് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. പവർ പെട്രോളിന് വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്, പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചിരുന്നു. വലിയ വർധനവ് ഉണ്ടായത് വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയുള്ള LPG സിലിണ്ടറുകളിൽ ആണ്. അതൊഴിച്ചു നിർത്തിയാൽ രാജ്യത്ത് കാതലായ ഒരു വില വർധനവ് അല്ലെങ്കിൽ കാര്യമായ വില വർധനവ് ഇല്ല എന്ന് തന്നെ പറയാം. അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് ആവശ്യപ്പെടുന്ന സ്വയം നിയന്ത്രണം എന്നത് പ്രസക്തമാകുന്നത്. തീർച്ചയായും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോവിഡ് കാലത്ത് ഒരു രാജ്യം എങ്ങനെയാണോ അതിനെ അതിജീവിച്ചത്, അതിന് സമാനമാകുന്ന സാഹചര്യത്തിലൂടെ തന്നെയാണ് നമ്മൾ ഇതിനെയും അതിജീവിക്കേണ്ടത് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. ലോക്ക്ഡൗൺ പോലെയുള്ള ഒരു പ്രതിസന്ധി നമുക്ക് മുന്നിൽ ഇല്ല എങ്കിലും എല്ലാവരും എല്ലാം നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്. അങ്ങനെ നിയന്ത്രിച്ചാൽ മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ സൂചിപ്പിക്കേണ്ടത്, ഈ പ്രതിസന്ധി യുദ്ധം എന്നത് ഈ എണ്ണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ മാത്രമല്ല ബാധിച്ചിട്ടുള്ളത്. ഊർജ്ജ ആവശ്യത്തിന് എണ്ണ ഉപയോഗിക്കുന്നുണ്ട്, ഗതാഗതത്തിന് എണ്ണ ഉപയോഗിക്കുന്നുണ്ട്, കാർഷിക ഉൽപാദനത്തെ പോലും ഈ യുദ്ധം കാര്യമായി ബാധിച്ചിരിക്കുന്നു. കാരണം ഈ വളം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇന്ധനം ആവശ്യമാണ്, അതിനും ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പലയിടത്തും വളത്തിന്റെ വില കുത്തനെ വർദ്ധിച്ചു, വളത്തിന്റെ ഉൽപാദനം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ കർഷകരിൽ വലിയൊരു ശതമാനം ഈ രംഗത്ത് നിന്ന് പിന്നോട്ട് പോവുകയുമാണ്. അപ്പോൾ സമസ്ത മേഖലയിലും പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ധനം മിതമായി ഉപയോഗിക്കുക എന്നതാണ്. അത് വാഹന ഉപയോഗത്തിൽ മാത്രമല്ല, പെട്രോൾ ഡീസൽ എന്ന ഉപയോഗത്തിൽ മാത്രമല്ല, എല്ലാ ഇന്ധനങ്ങളുടെയും, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് LPG ആണ് എന്നത് നമുക്കറിയാം. പാചകവാതകം ആണ്. അതിൻ്റെ തന്നെ ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ അടുക്കളകളിൽ കൃത്യമായ കരുതൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രവുമല്ല, നമ്മുടെ അടുക്കളകൾ പരീക്ഷണപ്പുരകളായി അന്ന് മാറിയിരുന്നു. പല വിഭവങ്ങളുമൊക്കെ വീട്ടമ്മമാർ ഉണ്ടാക്കിയിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കൂടുതൽ ഈ കുക്കിങ്ങിന് പ്രാധാന്യം നൽകിയിരുന്നു. പല വിഭവങ്ങളും ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അത്തരം ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് ഭക്ഷണം ആവശ്യമാണ്. അങ്ങനെ നമുക്ക് ആവശ്യമായ ഭക്ഷണം മാത്രം പാചകം ചെയ്യാൻ ഈ സമയത്തെ ഉപയോഗിക്കുക എന്നതാണ് പ്രധാനമന്ത്രി നൽകുന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ഇതൊക്കെ ഒരു കൗതുകമായോ അല്ലെങ്കിൽ തമാശയായോ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല. രാജ്യം വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ഇതിനെ ഏറെ ഗൗരവത്തോടു കൂടി സമീപിക്കണം എന്നതാണ്. മറ്റൊന്ന് എന്നത് തീർച്ചയായും പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം തന്നെയാണ്. അനാവശ്യമായി വാഹനങ്ങൾ ഒഴിവാക്കുക എന്നത് തന്നെയാണ്. കാൽനടയായും മറ്റുമൊക്കെ പോകാൻ പറ്റുന്ന ഇടങ്ങളിൽ കാൽനടയായി തന്നെ ജനങ്ങൾ സഞ്ചരിക്കേണ്ട സമയമാണിത്. മറ്റൊന്ന്, മെട്രോ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ വനിതകൾക്ക് സംവരണം നൽകുകയാണ്, അല്ലെങ്കിൽ വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതോടു കൂടി KSRTCയിൽ വനിതകളുടെ യാത്ര വർദ്ധിച്ചേക്കാം, വനിതകളുടെ എണ്ണം വർദ്ധിച്ചേക്കാം എന്നത് തന്നെയാണ്. അത്തരത്തിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തുക. മെട്രോ സർവീസുള്ള ഇടങ്ങളിൽ മെട്രോയെ സമീപിക്കുക. അതോടൊപ്പം തന്നെ ട്രെയിനിൽ നമുക്കറിയാം കുടുംബമായും മറ്റുമൊക്കെ യാത്ര ചെയ്യുന്നു. അതിനൊക്കെ 4 ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കാറൊക്കെയായി യാത്ര ചെയ്യുന്നവരുണ്ട് എങ്കിൽ അതും കഴിയുന്നത്ര ഒഴിവാക്കി ട്രെയിൻ ഗതാഗതം പോലെയുള്ള സംവിധാനങ്ങളെ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഉപയോഗം, ഡിമാൻഡ്
കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. എവിടെയൊക്കെ അത്തരത്തിൽ ഇന്ധന ഉപയോഗം പരിമിതപ്പെടുത്താമോ അത് ചെയ്യണം എന്നതാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമായി പ്രധാനമായും പറയുന്നത്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക എന്നതാണ് മറ്റൊരു നിർദ്ദേശം. നമുക്കറിയാം അവധിക്കാലം ആണ് എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഏറ്റവും അധികം യാത്രകൾക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ്. അത് ഒരുപക്ഷെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഉറ്റവരെയോ ഉടയവരെയോ ഒക്കെ കാണാനായിരിക്കാം. അങ്ങനെയൊക്കെ പോകുന്ന യാത്രകൾ ഒഴിവാക്കാവുന്ന യാത്രകൾ എങ്കിൽ ഒഴിവാക്കുക തന്നെ വേണം എന്നതാണ് പ്രധാനമന്ത്രി നൽകുന്ന മറ്റൊരു നിർദ്ദേശം. ഒപ്പം കാർ പൂളിംഗ് നടപ്പിലാക്കുക എന്നതാണ്. ഇപ്പോൾ തന്നെ ഈ IT മേഖലയിലാണ് ഇത്തരം സംവിധാനങ്ങളൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നത്. ചില ആളുകളൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത യാത്രകൾ ഉണ്ടാകാം, അപ്പോൾ അടിയന്തിരമായ യാത്രകൾ ഉണ്ടാകാം. ആ യാത്രകൾക്കൊക്കെ കാറിൽ മറ്റുമൊക്കെ യാത്രകൾ ചെയ്യേണ്ടതായി വരുന്നുണ്ട്. അവിടെയാണ് ഒരേ ഇടത്തേക്ക് തന്നെ കൂടുതൽ ആളുകളെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ, അതായത് ഒരു വാഹനത്തിൽ നിന്ന് ഒരു സ്വകാര്യ വാഹനം ഒരാൾ ഉപയോഗിക്കുന്നു. ആ വാഹനം ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്കോ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്കോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അതിൽ 4 പേർക്ക് അനായാസം യാത്ര ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള യാത്രകൾ ഷെയർ ചെയ്യുക. ഇപ്പോൾ തന്നെ കേരളത്തിൽ നിരവധിയായ ആളുകൾ IT സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ചില സ്കൂളുകളിലും ചില സ്ഥാപനങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അധ്യാപകർ, ഇവരൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയും അങ്ങനെ ആ ഷെയർ ചെയ്തുകൊണ്ട് അതിൻ്റെ ചെലവ് വഹിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ കാർ പൂളിംഗ് പോലെയുള്ള, അതായത് ഷെയറിംഗ് സംവിധാനങ്ങൾ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തുക എന്നതാണ് പ്രധാനമന്ത്രി നൽകുന്ന മറ്റൊരു നിർദ്ദേശം. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ അവധി സമയമാണ്. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഏറ്റവും അധികം വിദേശ യാത്രകൾ നടത്തുന്ന ഒരു സമയം കൂടിയാണ്. അത് ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായൊക്കെയാണ്. നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നിരവധിയായ ആളുകൾ ടൂർ പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നതാണ്. അതും കഴിയുന്നത്ര ഒഴിവാക്കാമെങ്കിൽ, ജോലി ആവശ്യത്തിനോ മറ്റാവശ്യങ്ങൾക്കോ അതല്ല എങ്കിൽ ടൂറിസത്തിന്റെ ഭാഗമായോ വിദേശ യാത്രകൾ നടത്തുന്നവർ അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം എന്നതാണ്. മറ്റൊന്ന് വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം രാജ്യത്ത് ഒരു വിദേശ നാണ്യ ശേഖരം നിലവിലുണ്ടാകും. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ പക്കൽ ഇത്തരത്തിലുള്ള ശേഖരം ഉണ്ടാകും. അത് വിറ്റഴിക്കുക എന്നതിന് അപ്പുറത്തേക്ക് ഈ വിദേശ നാണ്യ ശേഖരം, ഇപ്പോഴുള്ള വിദേശ നാണ്യ ശേഖരം കഴിയുന്നത്ര നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കുക. അതിനപ്പുറത്ത് നമ്മുടെ കറൻസികൾ ഈ വിദേശ യാത്രകൾ നടത്തുമ്പോൾ അവിടേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ പക്കൽ 100 രൂപ ഉണ്ടെങ്കിൽ അത് ഡോളറിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുമ്പോൾ $1 മാത്രമായി ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വിദേശ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം കൂടിയും കുറഞ്ഞും നിൽക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ അത്തരത്തിലുള്ള വിദേശ നാണ്യ വിനിമയത്തിന് പറ്റുന്ന ഒരു സമയമല്ല. അതുകൊണ്ട് തന്നെ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തേണ്ട ആവശ്യം കൂടിയുണ്ട്. അങ്ങനെ ഈ വിദേശ നാണ്യ വിനിമയത്തിനുള്ള കഴിയുന്നത്ര ഒഴിവാക്കാവുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കണം എന്ന നിർദ്ദേശം കൂടിയാണ് പ്രധാനമന്ത്രി നൽകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിദേശ യാത്രകൾ ഒഴിവാക്കുക എന്നതിനോടൊപ്പം തന്നെ ആഭ്യന്തര ടൂറിസത്തെ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തുക. അതായത് ഇപ്പോൾ അവധിക്കാലത്തും മറ്റുമൊക്കെ പുറത്തേക്ക് പോകാൻ, വിദേശത്ത് യാത്ര നടത്താൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായും രാജ്യത്തിനകത്ത് തന്നെയുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി അത്തരം ടൂറിസം സ്പോട്ടുകളിലേക്ക് പോവുക. അവിടെ സ്വാഭാവികമായും നമ്മുടെ പണം, അതായത് ഇന്ത്യൻ കറൻസി രൂപയിൽ തന്നെ വിനിമയം ചെയ്യപ്പെടുകയും ഇന്ത്യക്കകത്ത് തന്നെ ആ പണം സംക്രമണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുമാത്രവുമല്ല, ഈ ഇന്ധന പ്രതിസന്ധി വന്നതോടുകൂടി നമ്മളിൽ പലരും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. കൂടുതൽ പണം ആളുകൾക്കിടയിൽ വിനിമയം ചെയ്യപ്പെട്ടാൽ ആ പ്രതിസന്ധി ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കാൻ സാധിക്കും എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ട് ആഭ്യന്തര ടൂറിസത്തിനും കഴിയുന്നത്ര അടുത്തുള്ള ഇടങ്ങളിലും ആയിരിക്കണം വിനോദസഞ്ചാരത്തിനായി തെരഞ്ഞെടുക്കേണ്ടത് എന്നതുകൂടിയാണ് പറയുന്നത്. ഒപ്പം ഇന്ധന ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്നതാണ് പ്രധാനമന്ത്രി പറയുന്നത്. അവിടെ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത്, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ LPG ഉപയോഗിക്കുന്ന, പാചകവാതകം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ എന്നതാണ്. ലോകത്ത് തന്നെ ഏറ്റവും അധികം LPG, നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ LPG ആണ് ഉപയോഗിക്കുന്നത്. ആ ഇന്ധനത്തിൻ്റെ 90% ഇറക്കുമതിയാണ് ചെയ്യുന്നത്. അതായത് രാജ്യത്ത് പാചകവാതകം ഉപയോഗിക്കുമ്പോൾ അത് ലോകത്ത് 2ാം സ്ഥാനത്താണ് നമ്മൾ. അതിൽ തന്നെ ഏതാണ്ട് 90%, 70 മുതൽ 90% വരെയാണ് ഇറക്കുമതിയായി വരുന്നത്. നമുക്ക് പരമാവധി ഉൽപ്പാദന ശേഷി എന്നത് 30%. അപ്പോൾ അക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ വിദേശത്ത് നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നതിനെ കഴിയുന്നത്ര കുറയ്ക്കുക എന്നതിനാണ് ശ്രമം. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച
പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അടക്കം കാര്യങ്ങൾ നിർണായകമാകുന്നത്. മറ്റ് എനർജി രൂപങ്ങൾ ഉണ്ടായെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക എന്നതുകൂടിയാണ്. ഇപ്പോൾ തന്നെ പല വീടുകളിലും ഇലക്ട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാചകം നടക്കുന്നുണ്ട്. പലരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളെ അടക്കം പ്രയോജനപ്പെടുത്താവുന്നത് എങ്കിൽ തീർച്ചയായും പ്രയോജനപ്പെടുത്തണം എന്നതാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമന്ത്രി നിർദ്ദേശം എന്ന നിലയിൽ. അതോടൊപ്പം തന്നെ ഭക്ഷ്യ എണ്ണ ഉപയോഗം 10% കുറയ്ക്കുക എന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇത് പാചക പരീക്ഷണങ്ങൾക്ക് പറ്റുന്ന ഒരു കാലഘട്ടം അല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ ഈ ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക എന്ന നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. പൊതുവിൽ ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന ശേഷി കുറയുന്ന ഒരു സമയം കൂടിയാണ് എന്നതും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളും, ഭക്ഷ്യ എണ്ണ മാത്രമല്ല ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ കഴിയുന്നത്ര ഉപയോഗം പരിമിതപ്പെടുത്തുക എന്നത് തന്നെയാണ് നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഒപ്പം നേരത്തെ ന്യൂസ് ഡെസ്ക് തന്നെ ചില വിവരങ്ങൾ പങ്കുവച്ചതാണ്. അതായത് ഈ മറ്റ് ഊർജ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കൂടി, അതായത് ഈ മീഥെയിൽ പോലെയുള്ള പെട്രോളിലും മറ്റുമൊക്കെ കലർത്താവുന്ന പല കെമിക്കലുകളും അത് കൂടുതലായി ജൈവ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ജൈവ ഇന്ധനങ്ങൾ ആണ് എന്നതാണ്. അപ്പോൾ ജൈവ ഇന്ധനങ്ങളിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിന് ചോളം പോലെയുള്ള ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെയാണ് ജൈവ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നത്. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കാർഷിക ഉൽപ്പന്നങ്ങളിൽ വലിയൊരു ശതമാനം ഇനി ഉപയോഗപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. പല വ്യവസായ കമ്പനികളും ഇപ്പോൾ തന്നെ ഇത്തരം ഇന്ധനങ്ങൾ, ജൈവ ഇന്ധനങ്ങളെ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്താൻ തയ്യാറാകണമെന്ന് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കാൻ അവർ ഒരുക്കമാണ് എന്ന്. അപ്പോൾ ആ കാർഷിക മേഖലയിലെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ആ മേഖലയിൽ അധികമായി ചെലവഴിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെയാണ് ഭക്ഷ്യവസ്തുക്കളും കരുതലോടെ ഉപയോഗിക്കണം എന്നുള്ളത്. പ്രിയ പ്രേക്ഷകരെ, ഒരു പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇനി പറയുന്ന ഒരു നിർദ്ദേശം അത് ഏറെ പ്രസക്തമാണ്. ഒരു വർഷത്തേക്ക് എങ്കിലും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണം എന്നതാണ്. ഇത് ഓർക്കുക, ഇത് മലയാളികളോടുള്ള നിർദ്ദേശമല്ല, ഇന്ത്യൻ ജനതയോടുള്ള നിർദ്ദേശമാണ്. അവിടെ 140 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് ഈ സ്വർണത്തോടുള്ള അഭിനിവേശം ഏതാണ്ട് ഒരു 3.5 കോടി ജനങ്ങൾക്കാണുള്ളത് എന്ന് പറയാം. സാങ്കേതികമായി 3.5 കോടിയൊന്നും പറയാൻ പറ്റില്ല. ഈ പ്രായമായ ആളുകൾക്ക് കേരളത്തിൽ സ്വർണത്തോടൊരു അഭിനിവേശമുണ്ട്. പ്രത്യേകിച്ച് വിവാഹ സീസണുകളിൽ ഒക്കെ ഈ സ്വർണം വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ചെറിയ നിക്ഷേപം എന്ന നിലയിൽ ഇടത്തരം കുടുംബങ്ങൾ പോലും സ്വർണം വാങ്ങിച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കഴിയുന്നത്ര ഒഴിവാക്കുക എന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഒരു പക്ഷേ ഈ യുദ്ധകാലത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സ്വർണത്തിന്റെ വില കുതിക്കും എന്നതാണ്. കാരണം ഈ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് നിക്ഷേപിക്കുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അതല്ല സംഭവിച്ചത്. സ്വർണത്തിൽ നിന്നുള്ള നിക്ഷേപം കുറയുകയാണ് ചെയ്തത്. അതിനു പകരം പലരും ഡോളർ കൺവെർട്ട് ചെയ്തു എന്നതാണ്, ഡോളറിലേക്ക് നിക്ഷേപം വർദ്ധിപ്പിച്ചു എന്നതാണ്. അതാണ് നേരത്തെ പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിച്ചത്, ഈ നാണ്യ വിനിമയത്തിനുള്ള ഒരു സമയമല്ല ഇത് എന്നത്. ഒപ്പം സ്വർണം വാങ്ങി സ്വരൂപിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല ഇത്. പലപ്പോഴും നമുക്കറിയാം, ഈ അന്താരാഷ്ട്ര വിപണിയെ ആശ്രയിക്കുന്ന സ്വർണവും ഓഹരി വിപണിയും ഇന്ധനവും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപം, ഈ യുദ്ധസമയത്ത് അടക്കം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലേക്ക് സ്വർണത്തിലേക്ക് ആളുകൾ തിരിയുവാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നതാണ് വിപണിയിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ വിവാഹ ആവശ്യങ്ങൾക്ക്, മറ്റ് ഇടത്തരം നിക്ഷേപം എന്ന നിലയിലൊക്കെ നിലവിൽ തന്നെ സ്വർണത്തിനൊരു വിപണിയുണ്ട്. അതോടൊപ്പം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണം വാങ്ങാൻ തയ്യാറായാൽ സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഉയരും, സ്വർണത്തിന് കൂടുതൽ ആവശ്യക്കാർ ഉയരും. അപ്പോൾ സ്വാഭാവികമായും സ്വർണത്തിൻ്റെ വില കുത്തനെ കൂടും. അങ്ങനെയുള്ള ഒരു അവസരം സൃഷ്ടിക്കരുത് എന്നത് തന്നെയാണ്. മാത്രമല്ല, സ്വർണത്തിൻ്റെ വില ഇപ്പോൾ വിപണി വില നേരത്തെ ഉള്ളതുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം പിന്നിലാണ് നിൽക്കുന്നത്. അത് ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും നല്ല അവസരമാണല്ലോ സ്വർണം വാങ്ങാൻ എന്നൊക്കെ കരുതുന്നവരുണ്ടാകാം. അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകരുത് എന്നത് തന്നെയാണ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നത്. തീർച്ചയായും ഇത്തരം നിർദ്ദേശങ്ങൾ ഓരോ വ്യക്തികളും സ്വമേധയാ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ്. ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ ഓരോ പൗരനും ഒരുപാട് കടമകളുണ്ട് എന്ന പൗരബോധത്തെ ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി. രാജ്യത്തിൻ്റെ അതിർത്തികളിൽ രാജ്യത്തിന് വേണ്ടി കാവൽ നിന്ന് മരണപ്പെടുന്നത് മാത്രമല്ല രാജ്യസ്നേഹം, മറിച്ച് രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുമ്പോൾ അതിനെ തരണം ചെയ്യാൻ കൂടി തയ്യാറെടുക്കുന്നതാണ് രാജ്യ സ്നേഹം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ പ്രതിസന്ധി കാലഘട്ടത്തെ അതിജീവിക്കുവാനുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.